ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഞാൻ ഇന്ന് എടുക്കാൻ പോണ സെമിനാർ ടോപ്പിക് എന്ന് പറയുന്നത് പോളിസി ഇംപ്ലിക്കേഷൻസ് ഓഫ് ക്ലാസിക്കൽ എക്വിലിബ്രിയം മോഡൽ ആണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ദ ക്ലാസിക്കൽ ജനറൽ എക്വിലിബ്രിയം മോഡൽ എയിംസ് ടു ഡിസ്ക്രൈബ് ദി എക്കോണമി ബൈ ദി അഗ്രിഗേറ്റിംഗ് ദി ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഫേംസ്. അതായത് ക്ലാസിക്കൽ ജനറൽ എക്വിലിബ്രിയം മോഡൽ എയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടു ഡിസ്ക്രൈബ് ദി എക്കോണമി, ഒരു എക്കോണമീനെ ഡിസ്ക്രൈബ് ചെയ്യാണ് എങ്ങനെ, ബൈ ദി അഗ്രിഗേറ്റിംഗ് ദി ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഫേംസ്. ഒരു ഫേംസിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെയോ മൊത്തത്തിൽ അവരുടെ ബിഹേവിയർ എടുത്തുകൊണ്ടാണ് ഒരു എക്കോണമീനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് മെയിനായിട്ട് ക്ലാസിക്കൽ ജനറൽ എക്വിലിബ്രിയം മോഡൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഇംപ്ലിക്കേഷൻസാണ് ഇനി നമുക്ക് മെയിനായിട്ട് വരുന്നത്. 7 മെയിൻ ഇംപ്ലിക്കേഷൻസാണ് ഉള്ളത്. The following points highlights the 7 main implications of the classical equilibrium model. Okay, first one വരുന്നത് ഫിസ്ക്കൽ പോളിസി, സെക്കൻഡ് ക്രൗഡിങ് ഔട്ട് എഫക്റ്റ്, തേർഡ് വരുന്നത് ന്യൂട്രൽ ഡിമാൻഡ് സൈഡ് എഫക്റ്റ് ഓഫ് ടാക്സ് പോളിസി, ഫേവറബിൾ സപ്ലൈ സൈഡ് എഫക്റ്റ്, അഞ്ചാമത്തെ ഇമ്പോർട്ടൻസ് ഓഫ് മണീസ്, ആറാമത്തെ ന്യൂട്രാലിറ്റി ഓഫ് മണി, ഏഴാമത്തെ ക്ലാസിക്കൽ ഡയോട്ടമി. ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? ഫിസ്ക്കൽ പോളിസിയാണ്. ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് നോക്കാം. ലൈക്ക് ആൻ ഇൻഡിവിജ്വൽ ദി ഗവൺമെൻറ് ഓൾസോ അണ്ടർ എ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് G ഈക്വൽ ടു T പ്ലസ് ഡെൽറ്റ B പ്ലസ് ഡെൽറ്റ M. അതായത് എന്താ പറയണത്? ലൈക്ക് ആൻ ഇൻഡിവിജ്വൽ ദി ഗവൺമെൻറ് ഓൾസോ അണ്ടർ എ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ. എല്ലാ ഇൻഡിവിജ്വൽസിനെ പോലെയും ഗവൺമെൻറ്റിനും എന്താണ്, അവരും ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ്, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, ഒരു ഇക്വേഷനിലൂടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. G ഈസ് ഈക്വൽ ടു T പ്ലസ് ഡെൽറ്റ B പ്ലസ് ഡെൽറ്റ M. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. where G is the government's current expenditure on goods and services. അതിൽ G എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ്റിൻ്റെ കറണ്ട് എക്സ്പെൻഡിച്ചർ ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. T ഈസ് ടാക്സ് റവന്യൂ. T എന്ന് പറയുന്നത് ടാക്സ് റവന്യൂ ആണ്. ഡെൽറ്റ B ഈസ് മാർക്കറ്റ് ബോറോവിങ്. ഡെൽറ്റ B എന്ന് പറയുന്നത് എന്താ? മാർക്കറ്റ് ബോറോവിങ് ആണ്. മാർക്കറ്റ് ബോറോവിങ് പറഞ്ഞാൽ ഫണ്ട് റേസ്ഡ് ബൈ സെല്ലിംഗ് ബോൺസ് ടു ദി പബ്ലിക്. അതായത് പബ്ലിക്കിലേക്ക് അവർ ബോൺസ് സെല് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഫണ്ടിനെയാണ് നമ്മൾ മാർക്കറ്റ് ബോറോവിങ് എന്ന് പറയുന്നത്. ആൻഡ് ഡെൽറ്റ M ഈസ് ഡെഫിസിറ്റ് സ്പെൻഡിങ്. ഓക്കെ, ആ ഇക്വേഷൻ 1, അതായത് G ഈസ് ഈക്വൽ ടു T പ്ലസ് ഡെൽറ്റ B പ്ലസ് ഡെൽറ്റ M എന്ന് പറയുന്ന ഇക്വേഷൻ 1നെ നമുക്ക് എന്താക്കി വേറൊരു ഇതിലാക്കിയിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം. അതായത് എങ്ങനെ? G മൈനസ് T മൈനസ് ഡെൽറ്റ B പ്ലസ് ഡെൽറ്റ M എന്ന് എഴുതാം. ഇഫ് വി അസ്യൂം ദാറ്റ് T റിമൈനിങ് ഫിക്സഡ് ആൻഡ് മണി സപ്ലൈ ഓൾസോ റിമൈനിങ് ഫിക്സഡ്. അതായത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് T റിമൈനിങ് ഫിക്സ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മണി സപ്ലൈ അതുപോലെ ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഓൾസോ റിമൈനിങ് ഫിക്സഡ് റൂൾ ഔട്ട് എനി മോണിറ്ററി പോളിസി ചേഞ്ച് അറ്റ് ദിസ് ഏജ്. അതായത് ഓക്കെ, അതായത് എന്താ പറയുന്നത്? വി അസ്യൂം ദാറ്റ് T റിമൈനിങ് ഫിക്സഡ്, T ഫിക്സഡ് ആണ്, അതുപോലെ എന്താ മണി സപ്ലൈ ഫിക്സ്ഡ് ആണ്, ഓൾസോ റിമൈനിങ് ഫിക്സഡ്, ദെൻ ഇറ്റ് ലോജിക്കലി ഫോളോസ് ദാറ്റ് ദി ഇൻക്രീസ്ഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഫിനാൻസ്ഡ് ബൈ മേക്കിംഗ് ബോണ്ട് ഇഷ്യൂസ്. അതായത് എന്താ നമുക്ക് പറയാം, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചേഴ്സ്, അവർക്ക് ഉയർന്നു വരുന്ന ഗവൺമെൻറ് എക്സ്പെൻഡിച്ചേഴ്സൊക്കെ അവർ ഫിനാൻസ് ചെയ്യുന്നത് അവരുടെ ബോണ്ട് ഇഷ്യൂസ് മേക്ക് ചെയ്യുന്നതിലൂടെയാണ് എന്നാണ് പറയുന്നത്. In the classical model, a bond finance increase in government spending will have no effect on the equilibrium values of output. അതായത് ക്ലാസിക്കൽ മോഡലിൽ ഉയർന്നു വരുന്ന എന്താ പറയുക ഗവൺമെൻറ് സ്പെൻഡിങ്സിലുണ്ടാവുന്ന ബോണ്ട് വിറ്റിട്ട് അവർക്ക് വരുന്ന ഗവൺമെൻറ് സ്പെൻഡിങ്സിലുണ്ടാവുന്നത് അവരുടെ ഇക്വിലിബ്രിയം വാല്യൂസ് ഓഫ് ഔട്ട്പുട്ടിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ എന്താ പറയുക അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിനെയോ അഗ്രിഗേറ്റ് സപ്ലൈ കർവ്സിൽ ഉണ്ടാവുന്ന പ്രൈസ് ലെവലിനെ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, ആ ഡയഗ്രത്തിലുള്ളതാണ് ഇനി പറയുന്നത് കേട്ടോ. അപ്പോൾ ഡയഗ്രത്തിൽ വരുന്നത് ദീസ് 2 curves ടുഗദർ ഡിറ്റർമൈൻ ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ് ലെവൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓർ ഇറ്റ്സ് ചേഞ്ചസ്. അല്ല, ആ 2 കർവ്സ് കാണുന്നുണ്ടല്ലേ, ആ കർവ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ് ലെവൽ, ഔട്ട്പുട്ടിനെയും പ്രൈസ് ലെവലിനെയും, അതുപോലെ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓർ ഇറ്റ് ചേഞ്ചസ്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൻ്റെ ലെവലിനെ അല്ലെങ്കിൽ അതിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെയൊക്കെയാണ് ആ 2 കർവ്സും ഡിറ്റർമൈൻ ചെയ്യുന്നത്.
This point becomes clear if we examine the effect of a change in government spending on the interest rate. അതായത് നമുക്ക് ആ പോയിന്റ് becomes clear ആവുന്ന എന്താ വെച്ചാൽ if we examine the effect of a change in government spending on the interest rate. അതായത് ഗവൺമെൻറ് സ്പെൻഡിങ്ങിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എങ്ങനെയൊക്കെയാണ് ഇൻട്രസ്റ്റ് റേറ്റിൽ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് അതിൽ നോക്കുന്നത്. അറ്റ് ദി ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് R0 എന്ന് കാണിക്കുന്നുണ്ട്. R0 എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, ഷോൺ ബൈ പോയിന്റ് ഇ. അതിൻ്റെ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് R0 ആണ്, പോയിന്റ് എന്ന് പറയുന്നത് ഇ ആണ്. ദി ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ട് ഈസ് ഈക്വൽ ടു ഇറ്റ് സപ്ലൈ. അവിടെ എന്താണെന്നാ പറയണത്? ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ സപ്ലൈക്ക് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. ഡ്യൂ ടു ഡെഫിസിറ്റ് സ്പെൻഡിങ് ബൈ ദി ഗവൺമെൻറ് ബൈ സെല്ലിംഗ് ബോൺസ്. അതായത് ഇപ്പോൾ ഡെഫിസിറ്റ് സ്പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? ബോൺഡ്സ് സെല് ചെയ്യും. ദി ഡിമാൻഡ് കർവ് ഫോർ ലോണബിൾ ഫണ്ട് ഷിഫ്റ്റ് ടു ദി റൈറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? ഡിമാൻഡ് കർവ് ലോണബിൾ ഫണ്ട്സിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യും. എങ്ങോട്ടേക്ക്? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഐന്നും I+G-TJ എന്ന് പറയുന്നതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദി ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൈസസ് ഫ്രം R0 to R1. അപ്പോൾ അവിടെ ഇക്വിലിബ്രിയം റേറ്റ് എന്ന് പറയുന്നത് നേരത്തെ R0 ആയിരുന്നു, അവിടെ നിന്നും എങ്ങനെയൊക്കെ റൈസ് ചെയ്യും? മുകളിലോട്ട് റൈസ് ചെയ്യും, R1ലേക്ക് റൈസ് ചെയ്യും. ആസ് ഷോൺ ബൈ പോയിന്റ് എഫ്. അപ്പോൾ കിട്ടുന്ന ആ പോയിന്റിനെയാണ്, ഇക്വിലിബ്രിയം പോയിന്റിനെയാണ് നമ്മൾ എഫ് എന്ന് കാണിച്ചിട്ടുള്ളത് ഡയഗ്രത്തിൽ. ആസ് എ റിസൾട്ട് 2 things happen at the same times. ഇതിൻ്റെ ഫലമായിട്ട് 2 things ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അറ്റ് ദി സെയിം ടൈം ദി വോളിയം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിക്രീസസ് ഫ്രം I0 to I1. അത് ഏതൊക്കെയാണ്? അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വോളിയം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുക? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. എവിടെ നിന്ന്? I0യിൽ നിന്നും I1ലേക്ക് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതേസമയം എന്ത് ചെയ്യുന്നുണ്ട്? വോളിയം ഓഫ് സേവിങ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഫ്രം S0 to S1. S0യിൽ നിന്നും S1ലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സേവിങ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദ ഫോൾ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കൺസംഷൻ ജസ്റ്റ് ബാലൻസ് ദി ഇൻക്രീസ് ഇൻ G-T1. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടാകുന്ന കുറവും കൺസംഷനും ജസ്റ്റ് ബാലൻസ് ചെയ്തുകൊണ്ടാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് അതിൽ പറയുന്നത്. രണ്ടാമത്തെ ഇംപ്ലിക്കേഷനാണ് ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. സോ ഗവൺമെൻറ് സ്പെൻഡിങ് ഈസ് അറ്റ് ദി കോസ്റ്റ് ഓഫ് പ്രൈവറ്റ് സ്പെൻഡിങ് C+I. This is known as the crowding out effect. The increase in government spending financed by selling bonds to the public raises the interest rate from R0 to R1 and chokes off private consumption and investment demand by an equivalent amount. A higher rate of interest discourage households to consume more. അതിലെന്താ പറയണത്? ഗവൺമെൻറ് സ്പെൻഡിങ്, സർക്കാർ ചെലവുകൾ തന്നെ എന്താണ്? സ്വകാര്യ ചെലവുകളിലാണ് അവരവരുടെ ചെലവുകൾ കൈകാര്യം ചെയ്യുന്നത്. ദിസ് ഈസ് നോൺ ആസ് ദി ക്രൗഡിങ് ഔട്ട് എഫക്റ്റ്. ഇതിനെയാണ് നമ്മൾ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. ദി ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് സ്പെൻഡിങ്, അതായത് ഗവൺമെൻറ് സ്പെൻഡിങ്, ഉയർന്നു വരുന്ന ഗവൺമെൻറ് സ്പെൻഡിങ്സ് ഫിനാൻസ് ചെയ്യുന്നത് ആരാണ്? എങ്ങനെയാണ്? സെല്ലിങ് ബോൺഡ്സ് ടു പബ്ലിക്കിലേക്ക് ബോൺഡ്സ് സെല് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് R0യിൽ നിന്നും R1ലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ചോക്സ് ഓഫ് പ്രൈവറ്റ് കൺസംഷൻ. അപ്പോൾ എന്താ? അവിടെ ഒരു പ്രൈവറ്റ് കൺസംഷനെ കുറിച്ച് സംസാരിക്കുക. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡഡ് ബൈ ഈക്വലൻ എമൗണ്ട്, ഒരു ഈക്വലൻ എമൗണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യാണ്? ഡിമാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആ സമയത്ത് എ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിസ്കറേജ് ഹൗസ് ഹോൾഡ്സ് ടു കൺസ്യൂമർ. നമ്മൾ പറഞ്ഞു എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ നിന്ന് റൈസ് ചെയ്യാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് കൂടുമ്പോൾ അത് ആരെയാണ് ഡിസ്കറേജ് ചെയ്യുന്നത്? ഹൗസ് ഹോൾഡ്സിനെ അവർക്ക് കൺസ്യൂം ചെയ്യുന്നതിന് അവരെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. In other words, it encourages people to save more by sacrificing current consumption. Investment falls because favor investment opportunities appear to be profitable at a higher cost of borrowing funds. Because of this, government expenditure financed by taxes increase. Consequently, the general price level remains unchanged. ഇൻ അതർ വേർഡ്സ്, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് എൻകറേജസ് പീപ്പിൾ ടു സേവ് മോർ ബൈ സാക്രിഫൈസിങ് കറണ്ട് കൺസംഷൻ. അതായത് പീപ്പിൾസിനെ
എന്താ പറയുക, നിലവിലെ കൺസംഷൻ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ സേവ് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഫോൾസ് ബിക്കോസ് ഫേവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അപ്പിയർ ടു ബി പ്രോഫിറ്റബിൾ അറ്റ് ഹയർ കോസ്റ്റ് ഓഫ് ബോറോവിങ് ഫണ്ട്സ്. അതായത് ഇൻവെസ്റ്റ്മെൻ്റ് ആ സമയത്ത് കുറയുന്നുണ്ട്. എന്തുകൊണ്ട്? ഫണ്ടുകളുടെ ഉയർന്ന ചെലവിൽ കുറഞ്ഞ നിക്ഷേപ അവസരങ്ങൾ ലാഭമായി തോന്നുന്നതിനാൽ നിക്ഷേപം അവർ എന്താണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് ഓഫ് ദീസ് ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഡസ് നോട്ട് ഇൻക്രീസ് ഈവൻ ഈഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഫിനാൻസ്ഡ് ബൈ ടാക്സസ് ഇൻക്രീസ്. അതായത് ടാക്സ് കട്ട് ചെയ്യുന്നത് മൂലം എന്താണ് സർക്കാർ ചെലവുകൾ വർദ്ധിച്ചാലും അതെന്ത് ചെയ്യുന്നില്ല, അഗ്രിഗേറ്റ് ഡിമാൻഡിൽ വർധനവ് ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. കോൺസിക്വൻ്റ്ലി ദി ജനറൽ പ്രൈസ് ലെവൽ റിമെയിൻസ് അൺചേഞ്ച്ഡ്. അതിൻ്റെ ഫലമായിട്ട് എന്താണ്, ജനറൽ പ്രൈസ് ലെവൽ അൺചേഞ്ച്ഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇഫ് ഇൻസ്റ്റെഡ് ഓഫ് ബോറോവിങ് ദി ഗവൺമെൻറ് പ്രിൻസ് പേപ്പർ മണി or currency notes to finance its new spending, the general price level will rise proportionately as has been suggested by the quantity theory of money. അതായത് എന്താ പറയുന്നത്, ഇഫ് ഇൻസ്റ്റെഡ് ഓഫ് ബോറോവിങ്, നമ്മൾ കടം വാങ്ങുന്നതിന് പകരം ദി ഗവൺമെൻറ് പ്രിൻസ് പേപ്പർ മണി, ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ തന്നെ സ്വയം മണി പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കറൻസി നോട്ട്സ് അവർ തന്നെ അച്ചടിക്കുന്നുണ്ട്. ടു ഫിനാൻസ് ഇറ്റ്സ് ന്യൂ സ്പെൻഡിങ്സ്, അവരുടെ ന്യൂ സ്പെൻഡിങ്സ് പുതുതായി വരുന്ന ചിലവുകൾ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ പേപ്പർ മണീസ് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ദി ജനറൽ പ്രൈസ് ലെവൽ വിൽ റൈസ് പ്രപ്പോർഷനേറ്റ്ലി ആസ് ഹാസ് ബീൻ സജസ്റ്റഡ് ബൈ ദി ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. അപ്പോൾ അവിടെ എന്താണ് ഉണ്ടായിരിക്കുന്നത്, ജനറൽ പ്രൈസ് ലെവൽ വിൽ റൈസ് പ്രപ്പോർഷനേറ്റ്ലി, അവരുടെ പ്രൈസ് ലെവൽ, ജനറൽ ആയിട്ടുള്ള പ്രൈസ് ലെവൽ പ്രപ്പോർഷനായിട്ട് റൈസ് ചെയ്യുകയും ആസ് ഹാസ് ബീൻ സജസ്റ്റഡ് ബൈ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി, ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി സജസ്റ്റ് ചെയ്ത പോലെ അവിടെ ജനറൽ പ്രൈസ് ലെവൽ പ്രപ്പോർഷനായിട്ട് റൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, in this case the aggregate demand curve shift to the right. Since the aggregate supply curve is a vertical straight line, the price rise is exactly proportional to the increase in money supply. ഈ കേസിൽ എന്താണ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സിൻസ് ദി അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഈസ് എ വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ, അതായത് കാണുമ്പോൾ എന്താണ് നമുക്ക് കാണാം, സപ്ലൈ കർവ്, അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈനാണ്. അപ്പോൾ ദി പ്രൈസ് റൈസ് ഈസ് എക്സാക്ട്ലി പ്രപ്പോർഷണൽ ടു ദി ഇൻക്രീസ് ഇൻ മണി സപ്ലൈ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഉയർന്നു വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, എക്സാക്ട്ലി പ്രപ്പോർഷണൽ ടു ദി ഇൻക്രീസ് ഇൻ മണി സപ്ലൈ. മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നതിന് നേരെ പ്രപ്പോർഷണലായിട്ട് അവിടെ എന്ത് ചെയ്യുന്ന പ്രൈസ് റൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദസ് ഇൻ ദി ക്ലാസിക്കൽ മോഡലിൽ ഇൻഫ്ലേഷൻ ഈസ് ഓൾവേസ് പ്യുവർലി മോണിറ്ററി ഫിനോമിനൻ. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഒരു പ്യുവർലി മോണിറ്ററി ഫിനോമിനൻ ആണ്. ആസ് ഹാസ് ബീൻ പോസ്റ്റുലേറ്റഡ് ബൈ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി, ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി പ്രകാരം പോസ്റ്റുലേറ്റ് ചെയ്ത പ്രകാരം നമുക്കറിയാം എന്താണ്, ഇൻഫ്ലേഷൻ ഓൾവേസ് എ പ്യുവർലി മോണിറ്ററി ഫിനോമിനൻ ആണ്. ദി സോഴ്സ് ഓഫ് ദി ഇൻക്രീസ് ഇൻ മണി സപ്ലൈ ഡസ് നോട്ട് മാറ്റർ. അവിടെ എന്താവുന്നില്ല, ഇൻക്രീസ് മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന വർധനവിൽ സോഴ്സ് എന്ന് പറയുന്നത് ഒരു മാറ്ററേ ആവുന്നില്ല എന്നാണ് പറയുന്നത്. എ സർട്ടൻ ചേഞ്ച് ഇൻ ദി മണി സപ്ലൈ ഹാസ് ദി സെയിം എഫേർട്ട് വേർ ഇറ്റ് ഈസ് ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓർ ആൻ ഇൻക്രീസ് ഇൻ പ്രൈവറ്റ് കൺസംഷൻ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് എ സർട്ടൻ ചേഞ്ച് ഇൻ ദി മണി സപ്ലൈയിൽ ഉണ്ടാവുന്ന ചില വ്യത്യാസങ്ങളൊക്കെ ഹാസ് ദി സെയിം എഫേർട്ട് വേർ ഇറ്റ് ഈസ് ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്ന മുഖേനയും അത് അല്ലെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ഇൻ പ്രൈവറ്റ് കൺസംഷൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയൊക്കെ സെയിം എഫേർട്ട് തന്നെ എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ടു ബി മോർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഫിസിക്കൽ പോളിസി ഇൻ ദി ഫോം ഓഫ് ആൻ ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് സ്പെൻഡിങ് ഹാസ് ന്യൂട്രൽ എഫക്റ്റ് ഓൺ അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഒരു ന്യൂട്രൽ എഫക്റ്റാണ് ഗവൺമെൻറ് സ്പെൻഡിങ്സ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മൂന്നാമത്തെ ഇംപ്ലിക്കേഷനാണ് ന്യൂട്രൽ ഡിമാൻഡ് സൈഡ് എഫക്റ്റ് ഓൺ ടാക്സ് പോളിസി പറയണത്. ലൈക്ക് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എ പോളിസി ഓഫ് ടാക്സ് കട്ട് വിൽ ഓൾസോ ഹാവ് നോ എഫക്റ്റ് ഓൺ അഗ്രിഗേറ്റ് ഡിമാൻഡ്. എ കട്ട് ഇൻ ടാക്സ് റേറ്റ് ഓർ ടാക്സ് ടോട്ടൽ വിൽ ഇൻക്രീസ് ഡിസ്പോസിബിൾ ഇൻകം ആൻഡ് സ്റ്റിമുലേറ്റ് ഹൗസ് ഹോൾഡ് കൺസംഷൻ, ബട്ട്
If the government sells bond to recover the revenue loss arising from tax cut, the same crowding out effect will be observed as is found in case of bond financial increase in government spending. അവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിനെ പോലെ എ പോളിസി ഓഫ് ടാക്സ് കട്ട് പോളിസി എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. എ കട്ട് ഇൻ ടാക്സ് റേറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൗസ് ഹോൾഡ്സിൻ്റെ കൺസംഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അവരുടെ ഡിസ്പോസിബിൾ ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് ഇഫ് ദി ഗവൺമെൻറ് സെൽസ് ബോണ്ട്സ് ടു റിക്കവർ ദി റവന്യൂ ലോസ് അറൈസിങ് ഫ്രം ടാക്സ് കട്ട്, പക്ഷേ ടാക്സ് കട്ട് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിന് എന്താണ് റവന്യൂ ലോസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ബോണ്ടുകളൊക്കെ സെല്ല് ചെയ്യും. ദി സെയിം ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് വിൽ ബി ഒബ്സർവ്ഡ് ആസ് ഈസ് ഫൗണ്ട് ഇൻ കേസ് ഓഫ് ബോണ്ട് ഫിനാൻഷ്യൽ ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് സ്പെൻഡിങ്. അപ്പോൾ അവിടെ ഒരു ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റാണ് ഉണ്ടാവുന്നത്. അതെന്താ വെച്ചാൽ ബോണ്ട് വിൽക്കുന്നതിലൂടെയാണ് ഗവൺമെൻറ് സ്പെൻഡിങ്സിന് വേണ്ട ഫിനാൻസ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ഫോൾ ആസ് യൂഷ്വൽ ഇഫ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൈസസ്. ദി ഇൻക്രീസ് ഇൻ സേവിങ് കോസ്ഡ് ബൈ എ റൈസ് ഇൻ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ലീഡ് ടു എ fall in consumption. So consumption will rise to its original level. Thus aggregate demand will remain unchanged because the increase in government expenditure will be offset by a cut in investment and consumption taken together. അവിടെ എന്താ പറയുക വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ഫോൾ ആസ് യൂഷ്വൽ ഇഫ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൈസസ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ആയിട്ട് എന്തുണ്ടാവും, ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. ദി ഇൻക്രീസ് ഇൻ സേവിങ്സ്, അവിടെ സേവിങ്സ് പക്ഷേ ഇൻക്രീസ് ചെയ്യും. കോസ്ഡ് ബൈ എ റൈസ് ഇൻ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയത് പ്രകാരം ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുകയും സേവിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുകയും ചെയ്യുന്നുണ്ട്. വിൽ ലീഡ് ടു എ fall in consumption. അതെന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്, കൺസംഷൻ ഫോൾ ചെയ്യുന്നതിലേക്കാണ് അതിനെ ലീഡ് ചെയ്യിക്കുന്നത്. സോ കൺസംഷൻ വിൽ റൈസ് ടു ഇറ്റ്സ് ദി ഒറിജിനൽ ലെവൽ. സോ അതുകൊണ്ട് തന്നെ കൺസംഷൻ എന്ത് ചെയ്യുക, അതിൻ്റെ ഒറിജിനൽ ലെവലിലേക്ക് വരെ റൈസ് ചെയ്യും. ദസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്. അപ്പോൾ എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് അപ്പോഴും അൺചേഞ്ച്ഡ് ആയിട്ട് തുടരുക. കാരണം ദി ഇൻക്രീസ്ഡ് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വിൽ ബി ഓഫ്സെറ്റ് ബൈ കട്ട് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കൺസംഷൻ ടേക്കൺ ടുഗെദർ. കാരണം എന്താണ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് അവിടെ അൺചേഞ്ച്ഡ് ആയിട്ട് തുടരാൻ കാരണം ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് വിൽ ബി ഓഫ്സെറ്റ്. അതെങ്ങനെ അവരതിനെ ഓഫ്സെറ്റ് ചെയ്യുന്ന പറയണത്, കട്ട് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കൺസംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് കട്ട് ചെയ്യുന്നതിലൂടെ അവർക്ക് അവരുടെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് അൺചേഞ്ച്ഡ് ആയിട്ട് തുടരുമെന്നാണ് പറയുന്നത്. ഇഫ് ഹൗവർ റവന്യൂ ലോസ് ഡ്യൂ ടു ടാക്സ് കട്ട് ഈസ് റിക്കവേർഡ് ബൈ പ്രിൻറ്റിംഗ് ന്യൂ മണി ദെൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് വിൽ ഇൻക്രീസ്. അപ്പോൾ എന്നിരുന്നാലും റവന്യൂ ലോസ് ടാക്സ് കട്ട് മുഖേനയാണ് ഉണ്ടാവുന്നത്. അത് അവർ റിക്കവർ ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രിൻറ്റിങ് ന്യൂ മണി, അവരവരുടെ കറൻസി നോട്ട്സൊക്കെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, അതിലൂടെ അവർ റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ദെൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് വിൽ ഇൻക്രീസ്. അപ്പോൾ എന്തായിരിക്കും, അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇൻ ദിസ് കേസ് എ പോളിസി ഓഫ് ടാക്സ് കട്ട് വുഡ് ലീഡ് ടു പ്രപ്പോർഷണൽ റൈസ് ഇൻ ദി പ്രൈസ് ലെവൽ. ഈ കേസിൽ പോളിസി ഓഫ് ടാക്സ് കട്ട് വുഡ് ലീഡ് ടു പ്രപ്പോർഷണൽ റൈസ് ഇൻ ദി പ്രൈസ് ലെവൽ. എന്താ പോളിസി ഓഫ് ടാക്സ് കട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൈസ് ലെവലിൽ ലീഡ് ടു പ്രപ്പോർഷണൽ റൈസ് ഇൻ ദി പ്രൈസ് ലെവലിൽ ഒരു പ്രപ്പോർഷണൽ ആയിട്ട് പ്രൈസ് ലെവലിനോടൊപ്പം റൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹൗവർ ടാക്സ് കട്ട് വിൽ ഹാവ് നോ ഡയറക്റ്റ് എഫക്റ്റ് ഓൺ അഗ്രിഗേറ്റ് ഡിമാൻഡ്. എന്നിരുന്നാലും എന്താണ്, ടാക്സ് കട്ട് ഡയറക്റ്റായിട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് വിൽ എഫക്റ്റ് ദി പ്രൈസ് ലെവൽ ഇൻഡിപെൻഡൻ്റ്ലി. അതെന്താണ്, പ്രൈസ് ലെവലിനെ മാത്രം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ, ബൈ ഇൻഡ്യൂസിങ് ദി ഗവൺമെൻറ് ടു ബോറോ മണി ഫ്രം ദി സെൻട്രൽ ബാങ്ക് ടു കവർ ദി ബഡ്ജറ്റ് ഡെഫിസിറ്റ്. ഇൻഡ്യൂസിങ് ദി ഗവൺമെൻറ് ടു ബോറോ മണി, അവരുടെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ബാങ്കിൽ നിന്നും അവരവരുടെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്കിൽ നിന്നും ഗവൺമെൻറ് മണി ബോറോ ചെയ്യുന്നുണ്ട്. അത് ഇൻഡ്യൂസ് ചെയ്യുന്നതിലൂടെ പ്രൈസ് ലെവലിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്.